നിക്കോൺ 5600 ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു സെറ്റിങ്സ് പറയാൻ വേണ്ടി ആവശ്യപ്പെട്ടൊരു ക്യാമറയാണ് നിക്കോൺ 5600. നിക്കോൺ 5600 മാത്രമല്ല 3500 ഒക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ 5600 ആണ് ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ 3500 3400 ഒക്കെ മെനു ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നമുക്കിന്ന് നിക്കോൺ 5600 നമുക്ക് ഈ 2020 യൂസ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഓപ്ഷൻസ് എന്തൊക്കെയാണ്, നമുക്ക് ഒരു കൊള്ളാവുന്ന ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്ന് ഒരു അവലോകനം നടത്താൻ പോകുന്നത്. ഞാൻ നിങ്ങളോടൊപ്പം നെജ്മു ഫോർ ishoot ഫോട്ടോഗ്രാഫി. ishoot photography. നിക്കോൺ 5600 24 മെഗാ പിക്സലുള്ള ഒരു APC സൈസ് ക്യാമറയാണ്. അതായത് നിക്കോൺ പറയുകയാണെങ്കിൽ നിക്കോണിൻ്റെ ഫുൾ സൈസ് ക്യാമറയ്ക്ക് പറയുന്നത് FX ഫോർമാറ്റാണ്. ക്രോപ്പ് സെൻസ് ക്യാമറകൾക്ക് പറയുന്നത് DX ഫോർമാറ്റാണ്. സെൻസറിൻ്റെ സൈസ് കുറച്ച് വലിപ്പം കുറയും. എങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയൊക്കെ ചെയ്യാൻ പറ്റും. 24 മെഗാ പിക്സലിൽ നമുക്ക് റോയിലൊക്കെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വലിയ ഏകദേശം ഒരു വലിയ സൈസിലുള്ള പ്രിൻ്റൊക്കെ നന്നായിട്ട് പ്രിൻറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതുപോലെ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഫുൾ HD 60 ഫ്രെയിംസിൽ നമുക്കിതിൽ ഷൂട്ട് ചെയ്യാം. അപ്പോൾ വീഡിയോയും ഫോട്ടോ ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ, ഫോട്ടോൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് എടുക്കാൻ പറ്റിയ ഒരു ക്യാമറയാണ് ഈ നിക്കോണിൻ്റെ 5600. പിന്നെ നമ്മൾ 5600ൻ്റെ ഓരോ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിതിൻ്റെ സ്ക്രീന് നമുക്ക് കുറച്ച് വലിയ സ്ക്രീനാണ് വരുന്നത്. ഈ സ്ക്രീൻ നമുക്ക് മോണിറ്റർ നമുക്ക് വെറി ആംഗിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു സെൽഫി ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും. അതുപോലെ നമുക്കൊരു വ്ളോഗ് ചെയ്യാനും ഈ ക്യാമറ പറ്റും. പക്ഷേ വ്ളോഗ് ചെയ്യുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഓട്ടോ ഫോക്കസ് അത്ര കൃത്യമായിട്ട് വർക്ക് ചെയ്തോളുന്നില്ല. DSLR-നൊന്നും ഓട്ടോ ഫോക്കസ് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല. നമ്മളൊരു ഫിക്സഡ് ഫോക്കസിൽ നമ്മൾ ഫോക്കസ് ചെയ്തതിന് ശേഷമൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഇത് വെച്ച് വ്ളോഗ് ചെയ്യാൻ പറ്റും. അതിന് വേറൊരു ഗുണം കൂടെ ഇതിന് മൈക്ക് ഇൻബിൽട്ട് ആയിട്ട് നമുക്കിതിലൊരു മൈക്ക് നമുക്ക് ഇൻ കൊടുക്കാനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ മൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോ നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് വല്ല ഷോർട്ട് സ്റ്റോറിയോ ഡോക്യുമെൻ്ററി ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് മൈക്ക് കൊടുക്കാം. അതുപോലെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്ലോ മോഷൻ, ഒരു ഹാഫ് സ്ലോ മോഷനൊക്കെ ആയിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ ഫുൾ HD ഉണ്ട്. അതുപോലെ നമുക്ക് മോണിറ്ററിൽ കാണാൻ വേണ്ടിയിട്ടും ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടിയിട്ടും റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് എന്താ പറയുക HDMI ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ നമുക്കൊരു മോണിറ്ററിൽ നമുക്ക് നല്ല വലിയ സ്ക്രീനിലൊക്കെ വാച്ച് ചെയ്തിട്ടൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ക്യാമറയുടെ നിർമ്മിതി. അതുപോലെ നമുക്കൊരു SD കാർഡാണ് ഇതിൽ ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ നമ്മൾ ക്യാമറയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് റിമോട്ട് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി റിമോട്ട് കൺട്രോളർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് വരുന്നുണ്ട്. അതുപോലെ USB പോർട്ട് വരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്കിയാണ് ഈ ക്യാമറയിലെ പോർട്ടായിട്ട് നമുക്ക് വരുന്നത്. പിന്നെ ഈ ക്യാമറയിൽ ഇപ്പോൾ ഈ സീരീസിലുള്ള ഇതിനോട് കിടപിടിക്കുന്ന ഒരു ക്യാമറ എന്ന് പറഞ്ഞാൽ കനോണിൻ്റെ 200D Mark II ഒക്കെയാണ്. അപ്പോൾ കനോണിൻ്റെ ഇപ്പോൾ പുതിയ ക്യാമറകൾക്ക് നമുക്കറിയാം, ചെറിയ ക്യാമറകൾക്കൊന്നും ഈ ഫ്ലാഷ് പോയിൻ്റ് കനോണിൻ്റെ ഫ്ലാഷുകൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അതായത് ഈ ഒരു നടുക്കുള്ള ഒരു പിന്നുണ്ട്, യൂണിവേഴ്സൽ പിൻ എന്ന് പറയുന്നത്, അത് കനോണിൻ്റെ പുതിയ ക്യാമറകൾക്കൊന്നും വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഫ്ലാഷ്, ഒരു എക്സ്റ്റേണൽ ഫ്ലാഷോ ട്രിഗറോ യൂസ് ചെയ്യാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിനാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടി ലെൻസ് ഫ്ലാഷ് വാങ്ങിയിട്ട് നമുക്കിതിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് നല്ല പിക്ചർ എടുക്കാൻ പറ്റുന്നുള്ളത് ഈ ക്യാമറയുടെ ഗുണമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 200D Mark II കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലാഷ് ഫോട്ടോഗ്രാഫിയൊക്കെ, നിങ്ങൾക്ക് ഒരുപാട് ഫ്ലാഷൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഫോട്ടോഗ്രാഫി എടുക്കാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏത് തേർഡ് പാർട്ടി ഫ്ലാഷ് ഉപയോഗിച്ചിട്ട് നിക്കോണിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയുടെ ഒക്കെ ഫ്ലാഷ് ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രിഗറായിട്ട് യൂസ് ചെയ്യാനോ ഫ്ലാഷ് ഫോട്ടോഗ്രാഫി ചെയ്യാനോ പറ്റുന്നുള്ളത് ഈ ക്യാമറയുടെ ഒരു ഗുണമായിട്ട് നമുക്ക് കാണാൻ പറ്റും ഫോട്ടോഗ്രാഫിക്ക്. അതുപോലെ ലെൻസ് വരുന്നത് ഇപ്പോൾ നമുക്കൊരു DX ഫോർമാറ്റ് ക്യാമറ അതായത് ചെറിയ സെൻസറുള്ള ഫോർമാറ്റ് ക്യാമറ ആയതുകൊണ്ട് DX ആയിട്ടുള്ള നമുക്ക് എല്ലാ ലെൻസുകളും ഇതിൽ യൂസ് ചെയ്യാം. AFS ലെൻസ് യൂസ് ചെയ്യാം, AFP ലെൻസുകളൊക്കെ ഇതിൽ യൂസ് ചെയ്യാം. മാത്രമല്ല ഇനിയിപ്പോൾ നമ്മുടെ ഫുൾ ഫ്രെയിം, ഇതിപ്പോൾ എൻ്റെ ഫുൾ ഫ്രെയിമിൽ ഞാൻ ഉപയോഗിക്കുന്ന മാക്രോ ലെൻസാണ്. നമുക്ക് ഈ ഫുൾ ഫ്രെയിം മാക്രോ ലെൻസ് വേണമെങ്കിൽ നമുക്ക് ഇതിലിട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഫോക്കസിൻ്റെ ഏരിയ ഇതിപ്പോൾ 60mm ഉപയോഗിക്കുന്ന 60mm ഉള്ളൊരു മാക്രോ ലെൻസാണ്. പക്ഷേ ഈ ലെൻസ് നമുക്ക് ഒരു 90mm പോകുന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇതിൽ മാക്രോ ഒക്കെ ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ വലിയ ടെലി ലെൻസുകൾ നമുക്ക് ഒരു വൈൽഡ് ലൈഫിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഒരു 600 ലെൻസൊക്കെ ഇതിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 900 വരെ ടെലി കിട്ടിയിട്ട് നമുക്ക് നല്ല സൂം ചെയ്തിട്ടുള്ള, അതായത് ടെലി ആയിട്ടുള്ള പടങ്ങൾ നമുക്ക് ഈ ക്യാമറ ഉപയോഗിച്ചിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ മോഡൽസിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് വളരെ ചെറിയ ക്യാമറകളൊക്കെ കാണുന്ന പോലെ ഒരുപാട് മോഡൽസിൽ ഒരുപാട് സെമി മോഡുകളൊന്നും സെറ്റ് ചെയ്തിട്ടില്ല. ഒരു പ്രൊഫഷണൽ ലുക്കിൻ്റെ രീതിയിൽ ഇതിൽ മാനുവൽ ഓട്ടോ, ഷട്ടർ പ്രയോറിറ്റി, പിന്നെ പ്രോഗ്രാം മോഡ്,
പിന്നെ 1-2 ഫ്ലാഷ് യൂസ് ചെയ്യാനുള്ളതും ഓട്ടോ മോഡും എഫക്റ്റ് മോഡൊക്കെ ഉള്ളൂ. അത് എഫക്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കളർ എഫക്റ്റുകൾ കൊടുത്തിട്ട് നമുക്ക് പിക്ചേഴ്സ് എടുത്തിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ഈ ക്യാമറയിലെ സെറ്റിംഗ് വരുന്നത്. പിന്നെ ഈ ക്യാമറയിലേക്ക് നമുക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇമേജ് ഒരു ഐ ബട്ടൺ നെക്കി കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്കൊരു ക്വിക്ക് മെനു കിട്ടും. ആ മെനുവിൽ നമുക്ക് വരുന്നത് നമ്മുടെ പിക്ചറിൻ്റെ ക്വാളിറ്റി, അതായത് പിക്ചറിൻ്റെ റെസൊല്യൂഷൻ ഫൈന് നോർമൽ എന്നൊക്കെ ആക്കാനുള്ളതുണ്ട്. അതുപോലെ ഒരു പിക്ചറിൻ്റെ സൈസ് JPEG-ലാണെങ്കിൽ സൈസ് ലാർജ്, മീഡിയം, ഇതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ ബ്രാക്കറ്റിംഗ് ഒക്കെ നമുക്കിതിൽ ഐ ബട്ടൺ നെക്കിയാൽ തന്നെ കിട്ടുന്നുണ്ട്. ബ്രാക്കറ്റിംഗ് നമുക്ക് ആവശ്യമുണ്ടാകും. നമുക്കൊരു HDR പടമൊക്കെ എടുക്കണമെങ്കിൽ നമുക്കൊരു 3, അതായത് ഒരു ലൈറ്റ് കുറഞ്ഞ പടം, ഒരു നോർമൽ പടം, ഒരു ലൈറ്റ് കൂടിയ പടമൊക്കെ എടുത്തിട്ട് നമുക്ക് HDR ഒക്കെ ആയിട്ട് നമുക്ക് ഫോട്ടോ, പ്രത്യേകിച്ചും ഇൻറ്റീരിയറൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തും അതുപോലെ ലാൻഡ്സ്കേപ്പ് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ HDR യൂസ് ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള സംഭവമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ക്യാമറൻ്റെ ബട്ടൺസ് എന്തൊക്കെയുണ്ട്, നമുക്ക് എങ്ങനെയൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ഞാനിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ നമുക്ക് ഷട്ടർ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള റിങ് ഡയൽ നമുക്ക് ഒന്ന് തന്നെ വരുന്നുള്ളൂ. അത് നമുക്ക് അപ്പർച്ചർക്ക് മാറ്റണമെങ്കിൽ നമ്മുടെ ബേസിക് ക്യാമറ പോലെ തന്നെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം മാറ്റാൻ. ഒരു 50,000 ഒക്കെ ഉള്ളിലുള്ള ഒരു ക്യാമറ ആയതുകൊണ്ട് ഒരു റിങ്ങും കൂടി കൊടുത്താൽ കുറച്ച് ഉപകാരപ്രദമായാണ്. കാരണം ഷട്ടറും അപ്പർച്ചറും നമുക്ക് സെപ്പറേറ്റ് നമുക്ക് പലപ്പോഴും ഒരു പ്രൊഫഷണലൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നന്നായനെ. അതല്ലെങ്കിൽ നമുക്ക് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് തന്നെ ഷട്ടറും അപ്പർച്ചറും ഒരു റിങ്ങിൽ തന്നെയാണ് സെറ്റ് ചെയ്തതിനെ പോലെയാണ് ഇതിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫോട്ടോഗ്രാഫിക്ക് ഇപ്പോൾ നമുക്ക് ഒരു APC സൈസുള്ള ഒരു പിക്ചറൊക്കെ ഇപ്പോൾ നമുക്ക് സാധാരണ നമ്മളിപ്പോൾ പിക്ചറൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ ഓൺലൈനുകളും സൈറ്റുകളിലും ഒക്കെ ഇടാനും ഒക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനുള്ളൊരു ക്വാളിറ്റിയിലുള്ള പിക്ചറൊക്കെ എടുക്കാൻ, അതല്ലെങ്കിൽ നമുക്കൊരു അത്യാവശ്യം വലിയ സൈസിലുള്ള ഒരു പ്രിൻ്റ് ഒക്കെ അടിക്കാൻ നമുക്ക് ഇതിലുള്ള 24 MP റോളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പടങ്ങൾ തന്നെ നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ ലെൻസിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെറിയ ബോഡിയിലേക്ക് പോകാം. അല്ലെങ്കിൽ സ്റ്റാർട്ടേഴ്സിന് ഇത് വാങ്ങിയിട്ട് പിന്നെ ലെൻസൊക്കെ വാങ്ങുമ്പോൾ നല്ല ലെൻസുകളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാമറ തന്നെയാണ് 5600. പിന്നെ വീഡിയോ എടുക്കാനുള്ളൊരു വീഡിയോക്ക് എന്ന് പറഞ്ഞിട്ട് റെക്കമെൻഡ് ഞാൻ ഈ ക്യാമറ ചെയ്യില്ല. കാരണം ഇതിൽ നമുക്ക് ഈ DSLR പ്രത്യേകിച്ച് ഇങ്ങനത്തെ ക്യാമറയുടെ ഫോക്കസ്, ഇപ്പോൾ ഞാനിതൊന്ന് ഫോക്കസൊക്കെ നോക്കിയപ്പോൾ ഫോക്കസ് ഇങ്ങനെ ഹണ്ട് ചെയ്യാം. നമ്മൾ കണ്ടിന്യൂസ് ഫോക്കസിലാണ് നമുക്ക് അധികം വീഡിയോ ഇടുമ്പോൾ ആവശ്യമുണ്ടാകുക. നമ്മളിപ്പോൾ ഒരു വ്ളോഗ് ചെയ്യുകയാണെങ്കിലും അതുപോലെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ ഷൂട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഫോക്കസ് നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇങ്ങനെ നമ്മുടെ സബ്ജക്റ്റിന് ഒപ്പം ഇങ്ങനെ കിട്ടുകയാണ് നമുക്ക് നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ഇഷ്ടംപോലെ ക്യാമറ ഇറങ്ങുന്നതുകൊണ്ട് നമ്മൾ 50,000 എടുത്ത് വാങ്ങുമ്പോൾ വീഡിയോഗ്രാഫിക്ക് ആണെങ്കിൽ ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല. കാരണം ഫോക്കസിൻ്റെ പ്രോബ്ലം. അപ്പോൾ നിങ്ങൾക്ക് വേറെ മിറർലെസ് ക്യാമറയിലേക്ക് പോവുമായിരിക്കും നല്ലത്. വീഡിയോഗ്രാഫിക്ക് ആണെങ്കിൽ. ഫോട്ടോഗ്രാഫിക്ക് പക്ക ക്യാമറയാണ്. ഫോട്ടോഗ്രാഫിക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാമറ തന്നെ ഇഷ്ടം പോലെ യൂസ് ചെയ്തിട്ട് നല്ല പടങ്ങൾ എടുക്കാൻ പറ്റും. ഫോട്ടോഗ്രാഫിക്ക് ബെസ്റ്റ് ക്യാമറയാണ് 5600. വീഡിയോഗ്രാഫിക്ക് ഇതിങ്ങനെ ഒരു ഫോക്കസിൻ്റെ പ്രോബ്ലം ഉണ്ട്. റെക്കമെൻഡബിൾ നമുക്ക് എടുക്കാൻ പറ്റും. മാനുവലി ഫോക്കസൊക്കെ സെറ്റ് ചെയ്ത് എവിടെയെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഒരു വ്ളോഗൊക്കെ ഇരുന്നിട്ട് വ്ളോഗ് ചെയ്യുന്ന സമയത്ത് ഞാനിത് എവിടെയെങ്കിലും കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് വ്ളോഗ് ചെയ്യാനോ ഒക്കെ പറ്റും. പക്ഷേ ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കൊക്കെ പോണ സമയത്ത്, ഇപ്പോൾ ഈ സോണിയിൽ പോണത് പോലെ ഇപ്പോൾ ഇതിലിങ്ങനെ ഫോക്കസ് പോണ സമയത്തും അതുപോലെ ഞാനിങ്ങനെ കാണിച്ചിരുന്ന സമയത്തൊക്കെ ഫോക്കസ് അതിൻ്റെ മുകൾക്ക് വരും. പക്ഷേ ഇതിൽ അങ്ങനെ വരില്ല. ആ ഒരു ഫിക്സഡ് ഫോക്കസിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ ചെയ്യണം എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഈ ക്യാമറയിൽ വീഡിയോഗ്രാഫിക്ക് ഉണ്ട്. ഫോട്ടോഗ്രാഫിക്ക് പക്ക ക്യാമറയാണ്. അപ്പോൾ ഇനി ഞാനിപ്പോൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊരു ഈ ഒരു വീഡിയോൻ്റെ ഒരു സീരീസ് ഓപ്പൺ ചെയ്യുന്ന പോലെ പറഞ്ഞെന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് സെറ്റിങ്സ് എന്തൊക്കെ ചെയ്യാം, ഇതിലെ മെനു നമുക്ക് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാം, പിന്നെ പുറത്ത് പോയിട്ട് കുറച്ച് പോർട്രേറ്റും കുറച്ച് പടങ്ങളൊക്കെ നമുക്ക് ഓരോ സെഷനായിട്ട് എടുത്തു നോക്കാം. അപ്പോൾ നിക്കോൺകാർക്ക് വിഷമിക്കേണ്ട, 5600 കയ്യിൽ വന്നിട്ടുണ്ട്, ഇഷ്ടംപോലെ വീഡിയോസ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. താങ്ക് യു സോ മച്ച്. പിന്നെ നമ്മുടെ ബേസിക് ഫോട്ടോഗ്രാഫി ക്ലാസ്, ലൈറ്റിംഗ് ക്ലാസ്, അതുപോലെ ഇനിയിപ്പോൾ ഒരു വ്ളോഗേഴ്സിന് വേണ്ടി സ്പെഷ്യൽ ക്ലാസ് വരുന്നുണ്ട്. വ്ളോഗേഴ്സിന് വീഡിയോഗ്രാഫി എങ്ങനെ മൊബൈലും ക്യാമറ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാം, എങ്ങനെ നമുക്ക് അത്യാവശ്യം എങ്ങനെയൊക്കെ ലൈറ്റുകൾ നമുക്ക് അതിന് പറ്റിയ എന്തൊക്കെ ഉപയോഗിക്കാം, അതുപോലെ എഡിറ്റിംഗ് ഉപയോഗിക്കാം, അതിൻ്റെ ക്ലാസ്സുകളും. പിന്നെ മാത്രമല്ല ഈ 4-ാം തീയതി കോഴിക്കോട് വെച്ചിട്ട് ലൈറ്റിങ്ങിൻ്റെ ക്ലാസ് വരുന്നുണ്ട്. നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് എങ്ങനെ ലൈറ്റ് ചെയ്യാന്നുള്ള ക്ലാസ് ഉണ്ട്. 5-ാം തീയതി ഫോട്ടോഗ്രാഫി പഠിക്കാൻ താല്പര്യമുള്ള ബേസിക് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് 5-ാം തീയതി കോഴിക്കോട് വെച്ചിട്ട് അൽബേക്ക് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ബേസിക് ഫോട്ടോഗ്രാഫി കോഴ്സ് നടത്തുന്നുണ്ട്. നിങ്ങൾ ആ കോഴ്സിൽ വന്നു കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾ വരുമ്പോൾ ഒന്നും ക്യാമറയെക്കുറിച്ച് അറിയില്ലെങ്കിൽ പോലും വൈകിട്ട് നിങ്ങൾ മാനുവലി നിങ്ങൾ എങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് പഠിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത് ഞാൻ ഉറപ്പ് തരികയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ 100K സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ അതിന് ഞാൻ ഒരു ഗീവ് അവേ ഒക്കെ വരുന്നുണ്ട്. കുറച്ച് ലൈറ്റുകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഗീവ് അവേ ആയിട്ട് ചെയ്യാം. ലവ് യു ആൾ. ishoot photography.